കരുതൽ ന്യൂസ് അതിന്റെ യാത്ര യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾ 7 എമിറേറ്റ്സിലൊന്നായ അജ്മാനിലാണുള്ളത്. ഞങ്ങളോടൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ UAE അലൂമിനിയുടെ ഭാരവാഹികളുണ്ട്. നമുക്ക് കാണാം, എവിടെ ഇരുന്നാലും കൊല്ലത്തെ ഫാത്തിമ കോളേജിന്റെ ഓർമ്മകളിൽ 1000 കഥകൾ പറയുവാനുള്ള സുഹൃത്തുക്കളെ. നമസ്കാരം, കരുതൽ വിഷനിലേക്ക് സ്വാഗതം. എന്ന് ഞാൻ അതിഥികൾ എന്ന് പറയുന്നില്ല. ഇന്നത്തെ ദിവസം കരുതൽ വിഷന്റെ ഈ പരിപാടിയിൽ വന്നിരിക്കുന്നത് എൻ്റെ 3 സുഹൃത്തുക്കളാണ്. 3 സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പൂർവകാല സുഹൃത്തുക്കൾ. കേരളത്തിലെ തന്നെ ഏറ്റവും പാരമ്പര്യമുള്ള കോളേജാണ് ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. അവിടുത്തെ എന്താ പറയുക, അതിൻ്റെ തുടിപ്പും അതിൻ്റെ അവസ്ഥകളും അതിൻ്റെ ചലനങ്ങളും ഒക്കെ ഹൃദയത്തിൽ ഒപ്പിയെടുത്ത് ഇന്നും ഫാറ്റിമേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന, അതുകൊണ്ട് മാത്രം UAE ഇന്നത്തെ ഞങ്ങളുടെ ഇന്റർവ്യൂവിന് ഞങ്ങളെ കാണാൻ വന്ന 3 സുഹൃത്തുക്കളാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഇത് നൗഷാദ് ഇവിടുത്തെ അലുമിനിയുടെ പ്രസിഡന്റ് ആണ് അല്ലെ? അലുമിനിയുടെ പേരെന്താണ് നൗഷാദ്? നാഷണൽ കോളേജ് അലുമിനി UAE ചാപ്റ്റർ അങ്ങനെയാണ് പേര്. അതോടൊപ്പം നൗഷാദ് വേറൊരു പോസ്റ്റോടെ വഹിക്കുന്നുണ്ടോ അല്ലേ? അതെന്താണ്? അസോസിയേഷന്റെ അക്കാഫ്. ഈ അക്കാഫ് എന്താണ്? അക്കാഫ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഫാത്തിമ കോളേജിന്റെ അലുമിനി പോലെ തന്നെ ഒരറ്റം മുതൽ ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാമ്പസുകളുടെ അലുമിനി കോളേജ് അലുമിനികളുടെ കൂട്ടായ്മയാണ് അക്കാഫ് അസോസിയേഷൻ. അക്കാഫ് അസോസിയേഷൻ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫ് അതോറിറ്റിയുടെ അംഗീകാരത്തോടു കൂടിക്കൊണ്ടിരിക്കുന്ന സംഘടന, സിവിൽ ഓർഗനൈസേഷനായിട്ട് ഗവൺമെന്റ് അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അക്കാഫ് അസോസിയേഷൻ. എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലമായി അല്ലേ ഇത് തുടങ്ങിയിട്ട്? ഏകദേശം 25. ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബർ 25 നടന്ന ഓണാഘോഷം, 24 നടന്ന ഓണാഘോഷം 25ാമത്തെ വാർഷികമായിരുന്നു. 25 വർഷമായിട്ട് നമ്മുടെ അന്നത്തെ കോളേജ് അലുമിനികൾ നിരവധി കോളേജ് അലുമിനുണ്ട്. ഏകദേശം 100-120ഓളം കോളേജ് അലുമിനികളുണ്ട്. ഇന്നത്തെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. FMNC അലുമിനിയുടെ സെക്രട്ടറിയാണ് അജിത്ത് അല്ലേ? നമസ്കാരം. അജിത്ത് തന്നെ സെക്രട്ടറിയാണ്. തൊട്ടപ്പുറത്തിന് സജീവ് നല്ലൊരു കലാകാരനാണ്. എനിക്കൊന്ന് ഫാറ്റിമ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ മതിലെല്ലാം വൃത്തിയേടാക്കുന്ന അല്ലേ, ചുവരെഴുത്തിന്റെ ആശാനായിരുന്നു സജീവ. എന്ന് പറയുന്നത് ഈ കലാകാരന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ സ്ഥാനമാനങ്ങളിലേക്ക് വരില്ല, പക്ഷെ അതിന്റെ എല്ലാം പുറകിൽ അവരുണ്ടാവും. എന്നുവെച്ചാൽ പലരുടെയും വിജയത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു കലാകാരന്റെ അല്ലെ, ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീ എന്ന് പറഞ്ഞ പോലെ പലരുടെയും വിജയത്തിന് പിന്നിൽ ഒരു കലാകാരൻ ഉണ്ടാവും. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് അത്യാവശ്യം. SFI ആയിരുന്നു തോന്നുന്നു. അപ്പൊ SFIയുടെ പലരുടെയും വിജയം അതിന്റെ പുറകില് ചുവരെഴുത്തായാലും മറ്റ് പേപ്പർ എഴുത്തായാലും എല്ലാ എഴുത്തുകളും കലയ്ക്കും പുറകിൽ ഈ സജീവ് ഉണ്ടായി. ഞങ്ങൾ പോസ്റ്റ് മാത്രമല്ല ആർട്സ് സബ്ജക്റ്റ് ആയിരുന്നെങ്കിലും ബോട്ടണിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പുള്ളി ബോട്ടണി സോളജിലെ കാര്യങ്ങൾ ക്ലാസ്സിൽ കയറത്തില്ലായിരുന്നു. ക്ലാസ്സിൽ ഞങ്ങൾ കേട്ടില്ല. സകലത്തെ റെക്കോർഡ് വരച്ചിടും. അത് കുറച്ച് സമയം കൊണ്ട് അല്ലെ, പണ്ട് വല്ല അത് ഇവര് വല്ലതും തരുമായിരുന്നു. എന്തോ അടിയോ അന്നത്തെ തീർച്ചയായിട്ടും അതായിരുന്നു അന്നത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സുഖവും. കാരണം എനിക്ക് തോന്നുന്നു ക്ലാസ്മേറ്റ്സ് ഫിലിമിന്റെ ബാച്ചാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഫിലിം ബാച്ച് ഒരുമിച്ച് കോളേജിൽ കയറിയപ്പോൾ ഞാന്, തോമസ് കുട്ടി, ജോർജ് കുട്ടി, ഞങ്ങൾ 3 കൂടെ ഒരുമിച്ച് കയറിയപ്പോൾ അത് വാർത്തയായി. കാരണം തോമസ് കുട്ടി അവിടുത്തെ KSUവിന്റെ നേതാവായിരുന്നു, ജോർജ് കുട്ടി SFIയുടെ നേതാവായിരുന്നു, ഞാൻ ASFയുടെ നേതാവായിരുന്നു. അപ്പൊ പറഞ്ഞത് പഠിക്കുന്ന സമയത്ത് ഒരുമിച്ച് കയറാൻ പറ്റിയിട്ടില്ല. തോമസ് കുട്ടിയെ കണ്ടാൽ പലരും അടി കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള, പക്ഷെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. ഒരു ശത്രുതാ മനോഭാവത്തില് തോന്നാം, കാരണം അതൊരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രസാരമാണ്. പക്ഷേ പിന്നീട് തോംസൺ അന്നത്തെ SFIയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, തോമസ് കുട്ടി ചേർന്ന് നിന്ന് നടത്തി കൊടുത്തു. അതാണ് ഫാറ്റിമയുടെ ഒരു സുഖം അല്ലേ? അതായത് രാഷ്ട്രീയത്തിൽ എതിര് ചേരി നിന്നിരുന്നാലും തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങളും ആ വാല്യൂകളും ഇന്നത്തെ കണക്കുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് പോയിട്ടില്ലായിരുന്നു. ആ ബന്ധങ്ങളുണ്ട്. അത് എവിടെ വെച്ച് കണ്ടാലും അളിയാന്ന് വിളിച്ചിട്ടുള്ള എന്നുള്ള വിളിയാണല്ലോ. എന്ത് വെച്ചാലും അളിയ ഉള്ള വിളി, ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മൾ പല വെച്ച് കാണുമ്പോഴും ആ പഴയ ഇത് വരുമ്പോ ഏത് ടെൻഷനാണെങ്കിലും റിലാക്സ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇവിടെ വന്ന UAE വന്നപ്പോഴും നിങ്ങളുടെ അലുമിനിയിലേക്ക് വരാൻ കാര്യം?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന തീർച്ചയായിട്ടും. അനുഭവമായിരിക്കും. കാലഘട്ടം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫ് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അതിന്റെ ഓർമ്മകൾ, അതിന്റെ ചൂടും ചൂരും കഥയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അലുമിനിയ പ്രവർത്തനങ്ങളായിട്ട് കൊണ്ടുപോകുന്നത്. ഇടി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടല്ലേ? ഇടി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഇടി അത്യാവശ്യം അതുകൊണ്ടോ? ഫിസിക്കലായിട്ട് ഇല്ലെങ്കിലും ആശയപരമായിട്ടുള്ള ഇടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോരുത്തരുടെ വ്യക്തിപ്രഭാവവും അതിന്റെ കാര്യങ്ങളും ഇരുന്ന്. പിന്നെ അലുമിനിയം കൊണ്ട് മെയിനായിട്ട് നമ്മൾ വരുന്നത്, നമ്മൾ പണ്ടൊക്കെ മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അച്ഛൻ ഒരേ വീട്ടിലാണ് അല്ലെങ്കിൽ അത് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ അലുമിനിയറ്റ്സ് കൂടുമ്പോഴും അതിന്റെയൊക്കെ അവർ നോക്കി കാണുമ്പോൾ നമ്മൾ ആ പഴയ സുഹൃവലയങ്ങളും അതൊക്കെ കാണുമ്പോൾ പിള്ളേർക്കും ഒരുപാട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ആ കാര്യങ്ങൾ. ഇപ്പോ അങ്ങനെയല്ലല്ലോ. പിള്ളേര് മൊബൈലും കമ്പ്യൂട്ടർ ഗെയിംസും ആയിട്ടൊക്കെ ഒതുങ്ങി പോകുന്ന സമയത്ത് നമ്മള് അലുമിനിയറ്റ്സിന് ഒരുപാട് ഇങ്ങനെയുള്ള കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പും പല കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ ആ കോർഡിനേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടങ്ങളിൽ ഈ അലുമിനിയറ്റ്സിന് വഹിക്കാൻ പറ്റുന്ന മെയിൻ ഭാഗം അതാണ്. കാര്യം നമ്മളെങ്ങനെ പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് നമ്മുടെ വരുന്ന ന്യൂ ജനറേഷനും അത് മനസ്സിലാകത്തുള്ളൂ. കാര്യം ഇപ്പോ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് സമൂഹത്തിലുള്ള ഇന്ററാക്ഷൻസ്. കാര്യം വീഡിയോ ഗെയിംസ് എങ്ങോട്ടോ ഇരിക്കുന്ന ഇപ്പൊ ചൈനയിൽ നിന്ന് വരുന്ന ആപ്പിലോ ഒക്കെ ഇട്ട് ഈ കുറെ ലൈക്കും ഷെയറും കിട്ടുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മാറിയായിട്ട് നമ്മൾ വ്യക്തികളെ കാണുകയും ഇടപെടുകയും ഒക്കെ. അതിനകത്ത് തന്നെ ചിലപ്പോൾ നമ്മളെല്ലാവരും ഒരു കോളേജിൽ പഠിച്ചു വന്നവര് ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കാം. പലരും ഇൻഇക്വാളിറ്റിയിലൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളൊരു അലുമിനിയം ബോഡിയിൽ വരുമ്പോൾ, ആ ഫ്രെയിമിൽ വരുമ്പോൾ എല്ലാവരും ആ ഒരേ കണക്കുള്ള ഇതിലാണ് പോകുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ ഉള്ള മെന്റൽ സ്ട്രഗിള്, ഫിനാൻഷ്യൽ സ്ട്രഗിള്, പല പേഴ്സണൽ പ്രോബ്ലംസ് എല്ലാം മാറ്റി വെച്ചിട്ട് ആ പഴയ ഒരു അതിലേക്ക് പോവാന്ന് പറയുന്നതിനുള്ള ആ പ്ലാറ്റ്ഫോം ഇത്രയും. പക്ഷെ ഒരു അജിത്ത് പറഞ്ഞ പ്രാപ്തികമായിട്ടൊരു ഒരു ബാക്കി ഞങ്ങൾ എല്ലാരും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണുന്നില്ല അങ്ങനെ. പക്ഷേ അജിത്തിന് ഇങ്ങനെയുള്ള വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും കൃത്യമായി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഞങ്ങളൊക്കെ ഒരു ഓളത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് ഇതിനകത്ത് കൂടണം, സംസാരിക്കണം, ആ പഴയ സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണം. ആരെങ്കിലുമൊക്കെ ഞങ്ങൾ കൂടുതൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒക്കെയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അല്ല, തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ ഒരു സാധനം ഈക്വാലിറ്റി എന്ന് പറയുന്ന അല്ലേ, വളരെ കൃത്യമായിട്ടുള്ള സാധനം. പക്ഷെ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള. ഇതിനൊക്കെ പല ഇന്റർവ്യൂകൾ വരുമ്പോഴാണ് നമ്മളത് നിങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മുടെ അലുമിനി നടത്തുന്നുണ്ടോ? ശ്രമം എന്ന് പറയുമ്പോൾ ജോർജ്, നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോ ആട്ടം ഇതെല്ലാം സാധാരണ ഇതിന്റെ കൂടെ വന്നു ഭവിക്കും. നമ്മളിങ്ങനെ ഒരു ചട്ടക്കൂട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ട് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ആൽഗോരിതം വരച്ചിട്ട് പോകല്ല. നമ്മള് പ്രവർത്തിച്ചു പോകുമ്പോ ഇതെല്ലാം ഇതിന്റെ കൂടെ വരുന്ന ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഇത് വരും. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്തു പോകുമ്പോഴേ നമ്മളൊരു ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതിലല്ല പോകുന്നത്. എന്തൊക്കെയാണെന്നൊന്ന് പറയാം, അതിലൊന്നും അറിയാൻ വേണ്ടി എനിക്ക്. അത് പ്രസിഡന്റ് പറഞ്ഞു. എനിക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു പരിപാടി ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ച് മുമ്പോട്ട് പോകും. അതിന് ഒരു വലിയ സഹായം അക്കാത്ത സൊല്യൂഷൻ. അവർക്കൊരു കലണ്ടർ ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ കുറെ പ്രോഗ്രാംസ് പറഞ്ഞു. ഞങ്ങൾക്ക് ആനുവൽ ഗെറ്റ് ടുഗദർ ഉണ്ട്. അതല്ലാതെ ഞങ്ങൾ മന്ത്ലി മീറ്റ് ചെയ്യുന്നു, എല്ലാ മാസവും മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മാസങ്ങളിൽ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ നമ്മുടെ കോളേജ് അജിത്ത് നേരത്തെ പറഞ്ഞ മാതിരി അലുമിനിയം മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യാറുണ്ട്. ചിലവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായമാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അത് മാത്രമല്ല, കോളേജുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാം. ഞങ്ങൾക്ക് ഒരു ഡേ ടു ഡേ ബേസിക്കലി ഞങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് തന്നെ പറയാം. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രിൻസിപ്പൽ നാം വളരെ കൃത്യമായി ഞങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് അവിടെ ജോബ് ഫെയർ അറേഞ്ച് ചെയ്യാനുള്ള ഒരു പരിപാടികൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ബ്രദറും ഫയലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 2 ആഴ്ചക്ക് മുമ്പ് അങ്ങൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു കോളേജിൽ തന്നെ. ഇപ്രാവശ്യം ഈ വരുന്ന 2 ദിവസങ്ങൾക്കകം വെച്ചിട്ട് അയാൾ വീണ്ടും സന്ധ്യമാവനെ മീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം അലുമിനിയുടെ കണക്ഷൻ ത്രൂ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫാറ്റിമയിൽ കാല് കുത്തിയാൽ അത് നന്നായി തന്നെ പോകണം. അത് മാത്രമല്ല, നിന്ന് പോയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പൊ സജീവ് എന്ന് പറയുന്നത് ഫാറ്റിമൈറ്റ്സിൽ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ ചോറെടുത്ത കാര്യങ്ങൾ. അപ്പൊ സജീവിന്റെ ഇത് നമുക്ക് മനസ്സിലുണ്ട്, നമ്മൾ പലരും മനസ്സിലുണ്ടാകും. പക്ഷെ എന്തായിരുന്നു സജീവ് എന്നുള്ളത് നമ്മളെ അക്കാഫിന്റെ ഈ പറഞ്ഞിരുന്ന ഈ ഓഫീസില്
വോൾ മൊത്തം നമ്മുടെ കലാലയത്തിന്റെ കാര്യം മൊത്തം ചുവർ ചിത്രങ്ങളെല്ലാം എല്ലാം സജീവമാണ്. സജീവമായിട്ട് വായിച്ചിരിക്കുന്നു. അപ്പൊ പ്രഷർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഫോട്ടോസ് തരാം. അപ്പൊ അതിനെ ആഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഫാറ്റിമ എന്ന് പറയുന്നത് അക്കാഫിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇപ്പൊ നമ്മള് അക്കാഫിന്റെ ഏറ്റവും അടുത്തും അക്കാഫിലാണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രവർത്തനം നടത്തിയ ആളാണ്. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും ഈ 100-120 150 കോളേജ് അലുമിനേഴ്സ് ഉണ്ടെങ്കിലും അക്കാഫിന്റെ പ്രോമിനന്റ് ആയ കോളേജുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഫാറ്റിമ പ്ലേസ് ചെയ്യാൻ നമുക്ക് ഫാറ്റിമ കൂടെ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. അതിന് ആ രീതിയിലാക്കി പ്രസിഡന്റിനെ പിന്നെ ഈ ജോയിൻ ചെയ്തിട്ട് ഏതെങ്കിലും എന്റർടൈൻ പ്രോഗ്രാംസ് മാത്രമല്ല, നമ്മൾ 25 അമ്മമാരെ, അതായത് ഈ ഇവിടെ ഒന്നും ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റാത്ത, അപ്പൊ എനിക്ക് ഒരാളിനെ എന്റെ വീട്ടിൽ എന്റെ അമ്മയെ കൊണ്ടുവരാൻ പറ്റും. ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റാതെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു അമ്മയെ കൊണ്ടിവിടെ കാണിക്കണം, അയാൾ ജീവിക്കുന്ന സ്ഥലം ഏതാണ്, ദുബായ് എന്താണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിന് ഈ 25 വർഷത്തെ അക്കാഫിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രൊമന്റ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 അമ്മമാരെ കൊണ്ടുവരിക എന്നുണ്ടായിരുന്നു. നാട്ടിൽ കൊണ്ടുവന്നു. അതായത് ഇവിടുത്തെ കൊണ്ടുവരാൻ, ഇവിടുന്ന് ഒരാൾ പറ്റാത്തവർക്ക് വേണ്ടി കൊണ്ടുപോകും. പിന്നെ റേഡിയോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ നടത്തി വലിയ ക്യാമ്പയിൻ നടത്തി അർഹരായവരെ സെലക്ട് ചെയ്ത് 14 ജില്ലയിൽ നിന്നും 25 അമ്മമാരെ കൊണ്ടുവന്നു. നമ്മൾ ഇവിടുത്തെ ഓണത്തിന് കൊണ്ടുവന്ന് വേൾഡ് ട്രേഡ് സെന്ററിൽ കൊണ്ടുവന്നു നിർത്തി. അവർ ഒരാഴ്ചയുടെ കൊണ്ടുവന്നു, ദുബായ് മൊത്തം കാണിച്ചു. മക്കള് എങ്ങനെ ജോലി ചെയ്യുന്നു, അവർ കിടക്കുന്നത് എവിടെയാ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരൊരു കൊണ്ടുപോയി. അത് നല്ല കാര്യമാണ്. ഏറ്റവും ഗംഭീരം. അതിലൊരു അമ്മയെ സ്പോൺസർ ചെയ്തത് ഫാറ്റിമ അതിലൊരു അമ്മയും ഫാറ്റിമ അലുമിനിയാണ് അവരെ സ്പോൺസർ ചെയ്തത്. മൊത്തം ചെലവും കൊടുത്ത് അവരോട് കൊണ്ടുവന്ന് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിച്ചു അവരുടെ കാര്യങ്ങൾ ചെയ്തു. അവരെല്ലാരും ആദരിച്ച് എനിക്ക് തോന്നുന്നു എഫ്ബിയിൽ നിങ്ങളുടെ പുരുഷ കേസരിയായിട്ട് നമ്മുടെ എന്റെ ബാച്ചായ സന്തോഷ് അടിപൊളി ഒരു ഫോട്ടോ കിടക്കുന്നത് നടക്കുന്നത് ദുബൈയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വേൾഡ് ട്രേഡ് സെന്ററിലാണ്. അവിടെയാണ് ഫാറ്റിമ സാന്നിധ്യം കഴിഞ്ഞ 2 വർഷങ്ങളിൽ വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും നിങ്ങളും മിടുക്കന്മാരാണ്, മനസ്സിലായി. പക്ഷെ ഇതിനു മുമ്പുള്ള നേതാക്കന്മാർ ഓർമ്മയുണ്ടോ? പഴയ എനിക്ക് കുറച്ച് പേരെയൊക്കെ അറിയാം. നെറ്റാർ സാറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ബേസിൽ നെറ്റാറിന്റെ ചേട്ടൻ എഡ്വിൻ നെറ്റാർ അല്ലേ? ഉണ്ടായിരുന്നു, ബെഞ്ചമിൻ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ ആദ്യകാലങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങൾക്ക് അറിയാം. അവരുമായിട്ട് ഇപ്പോഴും മാർഷൽ ഫ്രാങ്ക്, മാർഷൽ സാറ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ കുറെ അധികം ആൾക്കാരുണ്ട്. അവരുമായിട്ടൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇവരെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സാണ്. വ്യക്തിപരമായിട്ട് ഗ്രാജുവേറ്റ് ഇപ്പോഴും അടുത്ത ഒരു പുസ്തകം ഇറക്കാൻ പോകുന്ന നൗഷാദ് എന്ന് ഞാൻ കേട്ടു. അത് കൊല്ലത്തെ സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നും കേട്ടു. അതിന്റെ ഒരു ഉത്തരം തരാൻ പറ്റും? ഇത് ഞാനും ജോസഫ് എഡ്വേർഡും കൂടെ എഴുതുന്നത്. എഴുത്തിനകത്ത് കൂടുതൽ പങ്കും ജോസഫ് എഡ്വേർഡ് ആണെങ്കിലും എന്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ കുറച്ച് പോർഷനാണ് എഴുതുന്നത്. അപ്പം ഞങ്ങളൊരു സിനിമയിലെ സ്ത്രീപക്ഷത്തെ കുറിച്ചാണ് ഈ പുസ്തകം. അത് 1950 മുതൽ 2023 വരെയുള്ള സിനിമകളുടെ സ്ത്രീകളുടെ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള അവലോകനമാണ്. വരുന്ന 6-ാം തീയതി, നവംബർ 6-ാം തീയതി ഷാർജ ബുക്ക് ഫെയർ ഇന്റർനാഷണൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന കണക്ക് തന്നെ കഴിഞ്ഞ കൊല്ലവും ഇതേ കണക്ക് നമ്മുടെ ഫാറ്റിമേറ്റ്സിന്റെ ഒരു ബുക്ക് നമ്മൾ ഷാർജ ബുക്ക് ഫെയറിൽ പബ്ലിഷ് ചെയ്യുന്നത്. എന്റെ പേര് ചായങ്ങൾ. ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു അജിത്ത് അതിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. വിട്ടുപോയതാണ്. അടുത്ത പ്രാവശ്യത്തിനകത്ത് പിക്ചർ എങ്കിലും വരേണ്ടതായിരുന്നു. നൗഷാദ് എഴുതിയിട്ടുണ്ട്, സിന്ധ്യ മാം. അല്ല, എഴുതിയില്ലെങ്കിൽ സജീവ് അടുത്ത പ്രാവശ്യം അതിന്റെ കാർപ്പേജ് ഉൾപ്പെടെ അകവും എല്ലാം വരകൾ വഴി വർണ്ണം അല്ലെ വരകളുടെ മനോഹാരിത കൊണ്ടുവരാൻ വരയും വർണ്ണവും ബാക്കിയുള്ള കഴിവുകളും എല്ലാം ഫാറ്റിമ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അക്കാഫിന്റെ ഓഫീസ് മൊത്തത്തിൽ നേരത്തെ ഭാഗമായിട്ട് ഈ 120 ക്യാമ്പസിലും സജീവൻ അറിയാം. സെൽഫി എടുക്കുന്ന ഏറ്റവും കൂടുതൽ അവിടെയാണ് സെൽഫി പോയിന്റുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഈ ക്യാമ്പസ് കോർപ്പറേറ്റ് ആയിട്ടുള്ള തോഷിബ ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു വർഷത്തേക്ക് നാട്ടിൽ പോകുമ്പോ കോളേജിൽ പോകാറുണ്ടോ? ഫാറ്റിമയിൽ പോകാറുണ്ടോ? ഈ ചെല്ലുമ്പോ എന്താണ് ഒരു ഫീൽ?
ചെല്ലുമ്പം തറവാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന ചെല്ലുന്ന ഫീലിംഗാണ്. ആണുള്ളത്. നമ്മൾ പഴയ പോയിരുന്ന സ്ഥലങ്ങളെല്ലാം പോയിരിക്കും. ഒരു മക്കളെ അല്ലേ ഒരു സുഖം, ഒരു സുഖമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ പോകാൻ പഞ്ചാരക്കല്ല് വന്നിരിക്കുന്നു. അവിടെ പോയി ഇരുന്നിട്ട് നമ്മള് പറ്റുന്നതും എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നിട്ട് അറിയാവുന്ന നമ്പറിലെല്ലാം വിളിക്കും. പഞ്ചരക്കൽ എന്ന് പറയുമ്പോൾ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അത് ഞങ്ങളുടെ ഫാറ്റിമ കോളേജിൽ പ്രത്യേകത ഉണ്ട്. ഒരു ക്വാഡ്രാങ്കിൾ ഉണ്ട്. സാധാരണഗതിയിൽ ഞങ്ങളെ പോലെ രാഷ്ട്രീയക്കാരൊഴിച്ച് ആരും ഇതിനകത്ത് കയറാറില്ല. ക്വാഡ്രാങ്കിൾ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. അപ്പോഴ് മുൻവശത്ത് കുറച്ച് കല്ലുകൾ, സിമെന്റ് ബെഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഞ്ചിൽ ചെറുപ്പക്കാരിരിക്കും, ആൺകുട്ടികളിരിക്കും. എന്നിട്ട് പ്രിൻസിപ്പാളുടെ റൂമിന്റെ താഴെ കൂടെ അവര് ക്വാഡ്രാങ്കിലുള്ള പെൺകുട്ടികളായിട്ട് കണ്ണുകൾ കൊണ്ടുള്ള ആശയവിനിമയമാണ്. അതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം അതൊരു രസമല്ലേ. ഈ ചില വിലക്കുകൾ ചില സന്തോഷങ്ങൾ തരും. ആ ഒരു സന്തോഷം ക്വാഡ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു അതൊരു ഫീൽ അല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്, അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ കോളേജിൽ നമുക്ക് പൈസ കൊടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഉള്ളത് ക്വാഡ്രാങ്കിളിന്റെ സൈഡില് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്നും ഒരു 11 മണി സമയത്ത് ഫോൺ വിളിക്കാൻ പോകും. അത് വിളിച്ചിട്ട് എപ്പോഴും വിളിക്കുന്ന ഒരേ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് ഹലോ സുഖമാണെന്ന് ചോദിക്കും. അവിടെ പോയിട്ട് ചീത്തയായിരിക്കും. കോട്ടയങ്ങളെ കാണാൻ അവിടെ പോയി വേണ്ടിയിട്ട് 2 രൂപയാണെന്ന് തോന്നുന്നു കൊടുക്കുന്ന ടോക്കൺ കൊടുത്തിട്ട് അവിടെ പോയി എഴുതിയിട്ട് ലൈബ്രറി പൈസ കൊടുത്തിട്ട് തുണ്ട് വായിച്ചിട്ട് അവിടെ പോയിട്ട് ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചിട്ട് കോട്ടറാങ്കിളിൽ നോക്കി നിന്ന് ഫോൺ വിളിക്കുന്ന രസകരമായ ആ സമയത്ത് സന്തോഷമാണ്. അതൊരു ഫോൺ വിളി. അത് അങ്ങനത്തെ ഇതായിരിക്കും കിട്ടുന്നത്. വിളിക്കുമ്പോ അതിലൂടെ പോവുകയാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും പിന്നെ കോട്ടയങ്ങൾ വഴി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. രണ്ടാമത് എല്ലാ പ്രകടനങ്ങളിലും സജീവ് പങ്കെടുക്കുക. കാരണം കോട്ടയങ്ങൾ അതുകൊണ്ട് പ്രകടനത്തിന് ആള് കുറയില്ല. അല്ലെങ്കിൽ ആര് വരാനാ. ചില സിനിമകളിലൊക്കെ നമ്മള് കലാലയങ്ങളെ കുറിച്ച് കാണാറുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ കാണിക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെയൊക്കെ കോളേജിൽ നടക്കും. സത്യത്തിൽ ഫാറ്റിമേല അതിന്റെ അപ്പുറത്ത് നടന്നെന്നും നമുക്കറിയാം അല്ലേ. ക്ലാസ്മേറ്റ്സ് ഫിലിം വന്നപ്പോൾ അത് എൻ്റെ ബാച്ചില് ജെയിംസ് ആൽബർട്ട് തിരക്കഥ എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്തതാണ്. തീർച്ചയായിട്ടും അതില് തോമസ് കുട്ടി, നമ്മുടെ അതില് സതീശൻ കഞ്ഞിക്കുഴിയായിട്ടും നമ്മുടെ ലാസ്റ്റർ ഡിസബിൽ നിന്ന് രൂപീകരിച്ചെടുത്ത ഒരു സുഖവും, പിന്നെ ഞങ്ങളെയൊക്കെ കളിയാക്കി പറഞ്ഞ പലതും ഉണ്ട്. പോട്ടെ, ഞങ്ങൾ അതിലോട്ടൊന്നും പോകുന്നില്ല. അല്ല, ഇത് ഈ ഒരു സിനിമ വരുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഇതിന്റെ അപ്പുറത്തൊക്കെ നടന്നിട്ടുണ്ട് കാര്യങ്ങളുണ്ട്, അതുണ്ട്. പക്ഷെ അടിക്കാൻ കുറച്ചേ പറ്റൂ. അതിന് ഫൈറ്റ് ഒക്കെ ഇത്ര ഉണ്ടോന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരുന്നു. നമ്മൾ ഇതിനേക്കാളും നല്ല ഫൈറ്റുകളും. ഒരു ദിവസം ഞാൻ നോക്കിയിട്ട് ബെബിന് പോലീസ് വണ്ടിയുടെ അകത്തിരിക്കും. ബെബിൻ എന്താ കാര്യം, ഒരു SI കണ്ടോന്ന് ബെബിന്റെ തോളത്ത് പിടിച്ച് ഒറ്റയിടി നോക്കണ്ട, തൊപ്പിയും തെറിച്ചു പോകുന്നത്. അപ്പോഴേ ഇത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പൊക്കിയെടുത്ത് അവര് ബെബിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തുടക്കത്തിൽ ഫസ്റ്റ് ഡിസിക്ക് വരുമ്പോൾ നമ്മളൊക്കെ പാവങ്ങളായിരുന്നു. പരിധിപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ആയിരിക്കാം കോളേജിലോട്ട് കയറുമ്പോൾ ഒരു അല്ലേ, കുടുംബത്തിൽ കയറി ചെല്ലുന്ന പഴയ കാമുകിമാരെ കാണുന്ന ഒരു ഫീല്. നമ്മുടെ മരത്തിന്റെ ചുവടെ ഇപ്പോഴും അവിടെ പോയി സൈപ്രസ് മരവും അവിടെയൊക്കെ കൊത്തിവെച്ച പെൺകുട്ടികളുടെ പേരുകൾ അതൊക്കെ മാഞ്ഞു വയ്ക്കാണ്. പോയി തെളിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല മരത്തണലും അല്ലേ, എന്തൊരു രസമുള്ള കോളേജാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ വരില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും രാഷ്ട്രീയ ചായ്വുകളും ഒക്കെ നമ്മൾ അനുമിൻസായിട്ട് വന്ന് കൂടുമ്പോഴും ആ പഴയ ബന്ധങ്ങളും ആ ആർജവത്വം എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പ്രായങ്ങൾ ഇപ്പൊ നമ്മളെല്ലാം 50s ആ റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന സമയത്തും നമ്മൾ ആ 20 വയസ്സിന്റെ സമയത്ത് കാണിച്ചിരുന്ന അതുകൊണ്ട് ആ ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിന് വരുന്നൊരു ചർച്ച അങ്ങനെ നമ്മുടെ അലുമിനിയത്തിന് വരാറില്ല. സ്വാഭാവികമായിട്ടും നമ്മളെ കുടുംബ പഴയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അജിത്ത് ഭാര്യ കൊണ്ടുവരാറില്ല മീറ്റിങ്ങിന്. അതെന്താ കൊണ്ടുവരാത്ത പഴയ ഓർമ്മകളാണോ? ഇതേ കണക്കുള്ള കൂട്ടുകാരുടെ അല്ല, അത് ഭാര്യയെ വിശ്വാസമില്ലാത്തോണ്ട് ഇവര് വിശ്വാസമില്ലാത്തോണ്ടും അല്ല, പഴയ പല കഥകളും ഭാര്യ അറിയുമെന്ന് പേടിച്ചാ. അതാണ് അറിയ ചില കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അതായത് ഇത്തവണത്തെ നമ്മളെ ഇതിന് അക്കാഫിന്റെ ഓണാഘോഷ സമയത്ത് നമ്മള് ഒരു എടുപ്പ് കുതിര ഉണ്ടാക്കിയായിരുന്നു. ഒരു 3 മീറ്റർ ഉയരത്തില് ഉള്ള പരമ്പരാഗതമായ സ്റ്റൈലില് എടുപ്പ് കുതിര ഡിസൈൻ ചെയ്ത് നൗഷാദും സജീവാണ് ആർട്ടിസ്റ്റ് ചെയ്ത് നമ്മളത് ചെയ്തു.
അപ്പൊ അത് എന്റെ ഒരാഴ്ചയോളം അത് ഇടപെട്ടാണ് അത് മുളയും അതെല്ലാം വെച്ച് കറക്റ്റ് ആയിട്ട് ആ രീതിയിലാണ് നമ്മളെ കെട്ടിയെടുത്തത്. അപ്പൊ അന്ന് എന്നും നമ്മൾ രാത്രി 3 മണി വരെയും ഒക്കെ നിന്ന് അത് ചെയ്തെടുക്കുന്ന സമയത്തും നമ്മുടെ ഈ പറഞ്ഞ കണക്കുള്ള ഭാര്യ ഒക്കെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് നമ്മൾ രാത്രി പോയി ചെയ്യുന്നത്. അപ്പോഴും അപ്പൊ കൂട്ടുകാരൊക്കെ ചോദിക്കും ഇങ്ങനെ ഇട്ടേച്ച് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 25 കൊല്ലമൊക്കെ കഴിഞ്ഞില്ല, ഇനി എവിടെ പിണങ്ങി പോകാൻ നമ്മൾ അതിന്റെ സന്തോഷങ്ങൾ പങ്കെടുത്താൽ പഴയ കോളേജിൽ അല്ലെ, കോളേജ് കാലത്തും നമ്മൾ ഇങ്ങനെയായിരുന്നു. രാത്രി കാലങ്ങളിൽ കോളേജിൽ എന്തെല്ലാം ചെയ്തു. ജാമ്യം എടുക്കാം. ഭാര്യ ഇത് കാണുമല്ലോ. അല്ല അല്ല ഭാര്യ ഇത് കാണുമല്ലോ. കാണുമ്പോ പിന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. മാത്രമല്ല ഇതിന്റെ സോഷ്യൽ മീഡിയ വേർഷൻ ഞാൻ തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തവണ നല്ല രീതിയിൽ നമ്മൾ കോളേജിന്റെ പ്രൊസഷനിൽ പങ്കെടുത്തായിരുന്നു. നമ്മള് ഇത്തവണ ആ പേരെന്താണ്, കുറിച്ചി നമ്മള് എല്ലാ കൺസെപ്റ്റ് പ്രാവശ്യത്തെ ഊരിലോണം എന്ന് പറഞ്ഞിട്ട് കുറിച്ചി ഓണം ഓണമായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഇവിടെ ദുബായില് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊസഷൻ വേൾഡ് ട്രേഡ് സെന്ററിൽ 10-50 പേരോളം പങ്കെടുത്ത് നമ്മൾ നടത്താൻ പറ്റണമെങ്കിൽ ആ പഴയ ഫാത്തിമ കോളേജ് നമ്മൾ കിട്ടിയ ആ കൂട്ടായ്മയുടെ സ്പിരിറ്റിലാണ്. കാര്യം അതായത് നാടൻ സാധനങ്ങൾ അമ്പം വില്ലും തൊട്ടിട്ട് ഈ എടുപ്പ് കുതിര വരെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ള അവൈലബിൾ സാധനങ്ങൾ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ അത് പ്രൊസഷനിൽ പങ്കെടുത്തായിരുന്നു ഓണ ആഘോഷത്തിനാണ്. എത്ര നാളായി ഇവിടെ എഫ്എംഎൻസി എലിമെന്റ് തുടങ്ങിയിട്ട്? 27 വർഷം. കാക്കിനേക്കാൾ സീനിയറാണ്. അതായത് അക്കാഫ് രൂപീകരിക്കുന്ന 8 കോളേജ് എടുക്കുകയായിരുന്നു. അതിന്റെ ഒരു കോളേജാണ് തീർച്ചയായിട്ടും. ആ കോളേജ്, ആ 8 കോളേജാണ് ഇപ്പൊ 120 മേളിൽ കോളേജ് അലുമിനിയുടെ അക്കാഫിന്റെ രൂപീകരണം പറഞ്ഞാൽ 8 കോളേജ് എടുക്കുന്നുണ്ട്. ഇവിടെ CMS കോളേജ് ഉണ്ട്, പിന്നെ കൊല്ലത്ത് നിന്ന് ഫാത്തിമ കോളേജ് ഉണ്ട്, ചങ്ങനാശ്ശേരി NSS കോളേജ് ഉണ്ട്, പിന്നെ കോട്ടയത്ത് നിന്ന് ബസേലിയസ് കോളേജ് ഉണ്ട്. അങ്ങനെ 8 കോളേജുകൾ ചേർന്നിട്ടാണ് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദുബായില് അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഗവൺമെന്റ് അംഗീകൃതപ്പെട്ട അക്കാഫ്. അക്കാഫിന്റെ കീഴാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് ആ പ്രവർത്തന സ്വാതന്ത്ര്യവും എല്ലാം ഒഫീഷ്യലായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഈ നാട്ടിലെ പ്രത്യേകത, നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ കൊല്ലത്തുള്ളത് പോലെ ചുമ്മാ വലിച്ചുവാരി സംഘടന ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഓടിപ്പോയി ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കി അംഗീകാരം എടുക്കാനൊന്നും കഴിയില്ല. വർഷങ്ങളിലെ പ്രവർത്തന പാരമ്പര്യം, ഇവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ മിനിസ്ട്രി പരിശോധിക്കും. അത് പഠിച്ച് ഈ നാടിനും ഉപകാരപ്രദമാണ്, നല്ലതാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അംഗീകാരം കിട്ടൂ. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് അഭിമാനിക്കാവുന്ന ഒരു മേഖലയാണ് അക്കാഫിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഞാനിവിടെ വന്നിട്ട് കേട്ടിട്ട് അധികം സംഘടനകൾക്കൊന്നും ഇല്ല. 2013 ഇവിടെ ദുബായ് ഗവൺമെന്റ് എല്ലാ സംഘടനകളെയും ബാൻ ചെയ്തു. പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ബാൻ ചെയ്തിട്ട് അവര് ആദ്യം മുതൽ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി സംഘടനകളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫ് അതോറിറ്റി കീഴിൽ, മിനിസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടത്തിയത്. പക്ഷേ എല്ലാ സംഘടനകളും വളരെ കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കിയിട്ട് വളരെ ജെന്യൂനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു രാജ്യത്തെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനകളെ അവര് മാത്രമേ രജിസ്ട്രേഷൻ കൊടുത്തിരുന്നുള്ളൂ. 2018 അക്കാഫ് വോളണ്ടിയർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് പഴയ അലുമിനിയം മെമ്പേഴ്സിനെല്ലാം ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കാനുള്ള സംവിധാനം ഉണ്ടായത്. അതും വോളണ്ടിയർ ഗ്രൂപ്പായിരുന്നു. പിന്നെ 2019 അവസാനം 2021 കാലഘട്ടങ്ങളിൽ കോവിഡ് സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള വോളണ്ടിയറിംഗ് വർക്കിന്റെ ഭാഗമായിട്ടാണ് അക്കാഫ് അസോസിയേഷൻ എന്ന് സിവിൽ ഓർഗനൈസേഷനായിട്ട് ലൈസൻസ്ഡ് ആയിട്ട് ഒരു സംഘടനയായിട്ട് മാറുന്നത്. അതിനുശേഷമാണ് ഫാത്തിമ കോളേജ് അലുമിനി ഈ ഏറ്റവും പ്രൊമിനന്റ് കോളേജുകളിലെ ലിസ്റ്റിൽ ഈ അക്കാഫ് അസോസിയേഷനുമായിട്ടുള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടത്. 45 ദിവസം ലോക്ക്ഡൌണിന്റെ 45 ദിവസവും നമ്മൾ സ്ട്രീറ്റിൽ ഈ ആൾക്കാർക്ക് വേണ്ടുന്ന സഹായവും ഐസൊലേഷൻ, സ്ക്രീനിങ് സെന്റേഴ്സ്, അങ്ങനെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സത്യവാദ നാഷണൽ കോളേജിന്റെ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് കൃത്യമായി ഏറ്റിട്ട് പറയുകയും ചെയ്യുന്നതാണ്. അത്തരത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു. സിന്ധ്യ മൈക്കിള് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രിൻസിപ്പൾ എന്റെ ബാച്ചാണ്. സിന്ധ്യയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് അറിയാം. സിന്ധ്യ ഇവിടെ വരുന്നതും പോയതും ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ്, ഫോട്ടോസ് വഴിയും FB വഴിയും. അതുകൊണ്ട് വലിയ ഗുണവതാണല്ലോ FBയുടെ.
നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അലൂമിനിയുമായിട്ട് അല്ലെ FSCയുമായിട്ട് എന്തെങ്കിലും സഹകരണമോ പ്രവർത്തനമോ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് നമ്മുടെ ആനുവൽ ഗെറ്റ് ടുഗറുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പളായിരുന്ന സിന്ധ്യ മാം വന്നതിന് ശേഷമാണ് FSC ആയിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ശക്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഞങ്ങളുടെ കോളേജ് അലുമിനിയുടെ സീനിയർ മെമ്പർ ആയിട്ടുള്ള 3 പേര് ഇപ്പോഴും FSCയിൽ അവിടെ വളരെ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഒക്കെ ഉണ്ട്, വളരെ ആക്റ്റീവായിട്ടുണ്ട്. പേരെന്ന് പറയോ? ഫ്രാൻസിസ് സെബസ്, ബെഞ്ചമിൻ സെബാസ്റ്റ്യൻ, മൈക്കിൾ സ്റ്റീഫൻ, അവർ 3 പേരും അവിടെ ഉള്ളതാണ്. അപ്പൊ അവർ ത്രൂ ആണ് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അവിടുത്തെ FSCയുടെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാറുണ്ട്, ഞങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ ഒരു റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, സിന്ധ്യ മാമുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇനി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒന്ന്, രണ്ടാമത്തത് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ എന്തോ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുപേരും ഇപ്പോഴത്തെ ടോപ്പ് മൂവിലുള്ളതാണ്. ഇവിടുത്തെ ഭാരവാഹികളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റാൻ? അതായത് സെക്രട്ടറി ആയിട്ട് അജിത്ത്, പ്രസിഡന്റ് ഞാനാണ്, മെമ്പറാണ് സജീവായിട്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ, ട്രഷറായിട്ട് ലൊറേറ്റ് ആണ്. നമ്മുടെ അക്കാഫിന്റെ ജയശ്രീ. പിന്നെ നമുക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുൺ എന്ന് പറഞ്ഞാൽ ന്യൂ ഭാരത് ടൈൽസ് അറിയാവുന്ന കൊല്ലത്തെ ന്യൂ ഭാരത് ടൈൽസിന്റെ മകനാണ് വരുൺ മാത്യു. പിന്നെ അതുപോലെ തന്നെ ആഷ് പീറ്റേഴ്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, പഴയ പ്രസിഡന്റും കൂടാണ്. പിന്നെ അനൂപ് പീറ്റേഴ്സിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ആർട്സ്പോർട്ട് സെക്രട്ടറി ആയിട്ട് ഷിബു ഉണ്ട്, അതുപോലെ ഷിബു എബ്രാം. ഷിബു ഇവിടെ ഉണ്ടല്ലേ? പിന്നെ സന്തോഷ് എന്റെ ബാച്ച് രണ്ടുപേരും. പിന്നെ ജോൺ ഷെറിയാണ് സീനിയർ സീനിയർ മെമ്പറാണ്. ജോൺ ഷെറിയാണ് അപ്പം വളരെ സജീവമായിട്ട്. ഇതൊക്കെ നമുക്ക് അറിയപ്പെടുന്ന പേരാണ്. നിസാം ഉണ്ട്, നിസാം പഴയ നേതാവും ബാച്ച്. അപ്പൊ ഇതേണൊക്കെ അറിയപ്പെടുന്ന എല്ലാവരും ഒരുവിധം വെലസിയവരെല്ലാം ഇവിടെ എല്ലാവരും ഉണ്ട്. ആക്ച്വലി കോളേജിൽ ഇപ്പൊ ജോർജിനെ പറഞ്ഞു വന്നപ്പോ പേരുകൾ തീർച്ചയായും 90% പേരെ എനിക്കറിയാം വ്യക്തിപരമായിട്ട്. ഇപ്പോഴും ഒരാളെ കൂടെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കണം. കാരണം ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന UAE ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന പഴയകാല ഫാറ്റിമേറ്റ്, എന്റെ എന്താ പറയുക, എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ഞാൻ ഇരിക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ള ഒരു ക്ലാസ്സാണ് സൈക്കോളജി. സൈക്കോളജിയിലെ വിദ്യാർത്ഥിയായിരുന്നു. ഫൈനൽ ഇയറിൽ SFIയുടെ മാസ്റ്റർ കാൻഡിഡേറ്റ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രവാസിയായി ഇവിടെ നിങ്ങളെ പോലെ വർക്ക് ചെയ്യുന്നു. വരുന്ന ദിനങ്ങളിൽ ഫാറ്റിമ അലൂമിനിയിൽ സജീവമായ സാന്നിധ്യം ഉണ്ടാവും ഞാൻ കരുതുന്നു. കാരണം കണ്ടുമുട്ടുകയാണ്. ജോ പി തോമസ്, ജോ ഒന്ന് വരാമോ? ജോ കൊല്ലം പുല്ലൂർ സ്വദേശി കൂടിയാണ്. മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറുണ്ട്. അതറിയിപ്പോ ടീച്ചറിന്റെ പേര് പറ. ലീല ടീച്ചറാണ്. ഡോക്ടർ ലീല ടീച്ചർ അടുത്ത പാഠങ്ങൾ തുടങ്ങുമ്പോൾ പിള്ളേരെ വിട്ട് ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പഞ്ചാരക്കല്ലി അടുത്തുള്ള ഇപ്പൊ മനസ്സിലായല്ലോ പഞ്ചാരക്കല്ലിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്ന് മനസ്സിലായല്ലോ. വേറെ ആർക്ക് അജിത്തിന് ഓർമ്മയുള്ള ആരെങ്കിലും ഏറ്റവും അടുത്ത? ജേക്കബ്, പ്രദീപൻ വെയിൽസ്, അവരെയൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിന് ആരെങ്കിലും നമ്മള് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു 86 85 കയറിപ്പോയി അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചെങ്കിലും ഞങ്ങൾ ഇരുത്തം വന്ന പഠിത്തക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പ്രീ ഡിഗ്രി ഒരു 4 കൊല്ലം എടുത്തിട്ടാണ് ഡിഗ്രിക്ക് വന്നത്. അപ്പോഴത്തെ ആയിട്ട് അറിയാൻ പോയി മോശമായി പോയി. അപ്പൊ ഏതായാലും അധ്യാപകരെ നൗഷാദിന് പറയും. പറയാനുള്ള അധ്യാപകൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്. കാരണം പുള്ളിയുടെ സ്പെഷ്യൽ കോട്ടയിലായിരുന്നു എന്റെ അഡ്മിഷൻ. എന്റെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ടെലിഗ്രാം അടിച്ചിരിക്കുന്നത് പക്ഷെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച അധ്യാപകനായിരുന്നു. ഞങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ തെങ്ങുകളിൽ മറ്റേ മുള വെച്ചിട്ടും ഇതൊക്കെ. നിങ്ങളുടെ ശല്യം കാരണം ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയ ശല്യമാണ് തോന്നിയിട്ടില്ല. സ്ഥിരമായിട്ട് അങ്ങനെ അതിനെ കുറിച്ച് ഒരു ചോദ്യം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതിനെ കുറിച്ച് ഉണ്ടാവാറുണ്ട്. എല്ലാ പ്രാവശ്യവും രാവിലെ പ്രകടനത്തിൽ നിന്നൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. സ്നേഹമായിട്ട് പറയണ്ട, വിളിച്ചുകൊണ്ട് പോകാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ രാവിലെ 10 രൂപ തരികയും ചെയ്യും. അത്തരത്തിൽ വലിയ സ്നേഹമായിരുന്നു. അതാണ് ശാലിം പിതാവ്. അപ്പൊ ജോർജ് ഗുരുക്കന്മാരെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ഇതേ കണക്കുള്ള ഗുരുക്കന്മാർക്ക് വല്ല പറച്ചിലാന്ന് വെച്ചാണ് ഞാൻ പറയാതിരുന്നത്. അല്ല, ഫസ്റ്റ് ഇയർ വന്നിരുന്നു താമസിക്കുക.
സെന്റ് തോമസിൽ താമസിക്കുന്ന ലാസർ ഡിസിൽവ, ജോസഫ്, ഞാന് എല്ലാം ഒരു റൂമിലാണ്. സിറില്, ആ. സിസില്, പിന്നെ സിസിൽ. ഇവിടെ സ്റ്റാൻലി പിതാവ് അവിടെ ഉണ്ട് താമസം. കൊണ്ട് സ്റ്റാൻലി പിതാവ് അവാർഡ് സെക്കൻഡ് ഷോയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻലി പിതാവിന്റെ ഫ്രണ്ടിലുള്ള സീറോ വേൾഡ് ബൾബ് അടിച്ചു പൊട്ടിക്കണം. അതിനൊരു എയർ ഗണ്ണും ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. രാത്രി വീട്ടിലിറങ്ങി. ഞങ്ങളുടെ വിഷമിക്കുന്നുണ്ട്. എനിക്ക് ഷോക്കസ് നോട്ടീസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വക്കീൽ നോട്ടീസ് കൊടുത്തു. ഒരു ക്ലാഷ് ഉണ്ടല്ലോ. പക്ഷെ അതേ കണക്ക് സ്നേഹം മനോജ് കുറുപ്പ് ഒരിക്കലും പറയായിരുന്നു, ഞങ്ങള് സ്റ്റാലിൻ പിതാവ് ഇവിടെ വന്നപ്പോ മനോജ് ചെന്നപ്പോൾ പിതാവ് ഇറങ്ങി വന്ന് അകത്ത് പിടിച്ചോണ്ട് 2 മണിക്കൂർ ഇരുത്തി. എല്ലാവരും ഞെട്ടിയെന്നാ പറയുന്നത്. ഫാറ്റിമയുടെ SFIക്കാരുടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അവരെ ഹൃദയത്തിൽ ചേർത്ത് സ്റ്റാലിൻ പിതാവാണ്. അതിൽ ഏറ്റവും ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് അവസാനിക്കുമ്പോൾ ഒരു ഫൈനൽ ഒരു സെറമണിയൊക്കെ ഉണ്ടല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിനും. അപ്പൊ അന്ന് എന്റെ ക്ലാസ് ടീച്ചർ സെബി ടീച്ചറാണ്, മരിച്ചു ടീച്ചറായിരുന്നു. ടീച്ചറിനെ എപ്പോഴും എന്നെ കാണുമ്പോൾ പരാതി, അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ വന്ന് എന്ത് പറയുന്നുള്ള പരാതി കേട്ട് മടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ലാസ്റ്റ് ഫൈനൽ ഡേയിൽ വന്ന് വളരെ സ്നേഹമായിട്ട് സംസാരിച്ചു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് അക്ഷ എന്ന് പറഞ്ഞപ്പോഴാണ് ടീച്ചറിന് സമാധാനമായത്. അപ്പം പുള്ളി നമ്മള് കൃത്യമായിട്ട് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതെ, സ്റ്റാൻലി അച്ഛൻ സ്റ്റാൻലി പിതാവ് നമുക്ക് സൂചിക്കത്തില്ല. അതെ, അദ്ദേഹം ചിന്തിച്ചത് നമ്മളെ നന്നായി വളർത്തിക്കൊണ്ടുവരിക, വലിയ വലിയ മനുഷ്യരാകുക. പുള്ളി അത് പറയും, നമ്മള് വലിയ ഉദ്യോഗത്തിലിരിക്കുമ്പോഴും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോകുമ്പോൾ പുള്ളിക്കൊരു സന്തോഷമുണ്ട്. എന്നോട് വ്യക്തിപരമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 2 ടീച്ചർമാരെ ഞാൻ ഓർക്കുന്നു. ഒന്ന് ലീല ടീച്ചർ, NCC ടീച്ചറായിരുന്നു, എന്റെ എക്കണോമിക്സ് ടീച്ചറുവാ. ഒന്ന് ഉഷ ടീച്ചർ. ഇവർ 2 പേരും എന്റെ അധ്യാപകരാ. 2 പ്രത്യേകത, ഞാൻ നല്ല പയ്യനായിരുന്നല്ലോ. അതായത് എന്നെ നന്നാക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ നോക്കിയാൽ ലിലി ടീച്ചർ എന്റെ കയ്യും പിടിച്ച് പട്ടാളെ കുറിച്ചിട്ട് ഇവരെ കൊണ്ടുപോയി നിർത്തി പ്രാർത്ഥിക്കുക, എന്നെ എങ്ങനെയെങ്കിലും നന്നായി കിട്ടണേത്. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവരൊക്കെ മനസ്സിലാണ് നമ്മൾ നന്നാവണം എന്നുള്ള ആഗ്രഹം. ഇപ്പൊ സ്റ്റാലിൻ പിതാവിനെ പറഞ്ഞ പോലെ ഉഷ ടീച്ചറിന്റെ പ്രത്യേകത, ഫാറ്റിമ ഒരിക്കലും മനോരമ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ജോർജ് എഫ് വേറെ അടികൊണ്ട് ആശുപത്രിയിലാണ്. ഞാൻ പാർട്ടി വെച്ചിരിക്കുകയാണ്, പക്ഷെ അങ്ങനെയാണല്ലോ വാർത്ത വരുന്നത്. അപ്പോഴേ ടീച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് കരഞ്ഞു എന്ന് ഞാൻ കേട്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്റെ കൊച്ചെന്ന് പറഞ്ഞ്. അപ്പം നമ്മളെല്ലാം ഇത് കുറ്റക്കേട് കാണിക്കുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ നമ്മളെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതൊരു അല്ലെ, നമുക്ക് ആ അധ്യാപകർ, ഫാറ്റിമയിലെ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുന്നവർ. അവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മക്കളോട് പറയുന്നത്, എന്റെ മോനെ കണ്ടോണ്ട് പറഞ്ഞു, മോനെ അപ്പന്റെ നല്ല സ്വഭാവം ഉണ്ടായിരിക്കണേ, അതുപോലെ ആയിരിക്കണേ അപ്പനെ പോലെ. അപ്പൊ ഞാൻ പേടിച്ചു പോയി. അതാ അപ്പൻ എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ കോളേജ്. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ നല്ലവരാ, അവരുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ ആ കാലഘട്ടത്തിലാണ് തോന്നുന്നത് ഈ മോഡൽ എക്സാം നടത്തിയിരുന്നു കോളേജിൽ ഒരു വട്ടം മാത്രം മോഡൽ എക്സാം. അതോടെ മോഡൽ പോയില്ലേ. നമ്മള് എല്ലാരും പോയിട്ട് മോഡൽ എക്സാമിന്റെ പേപ്പർ വാങ്ങിച്ച പടം എല്ലാം വരച്ചു വെച്ചിരുന്നു. അപ്പൊ അവസാനം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു റിപ്പോർട്ട് സാറ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, എന്റെ ഫാദറിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മളിത് പഴമൊക്കെ വരച്ചു വെച്ചിട്ട് ഈ എഴുതി വെച്ച പേപ്പർ ദിവസം വീട്ടിൽ രാവിലെ കൊണ്ട് പപ്പാടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ കൊണ്ട്. ഞങ്ങൾ എവിടെ മുങ്ങി നടന്നാലും ഞങ്ങൾക്ക് അവസരം പറയാൻ ഞങ്ങൾ ലൈബ്രറിയിൽ കോമൺ ലൈബ്രറി അല്ല, സെപ്പറേറ്റ് ലൈബ്രറിയാണ്. ഏതായാലും ഫാറ്റിമേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്, മിണ്ടി തുടങ്ങിയാൽ നിർത്താൻ. ഇനി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ തട്ടമ്പി കഥകളും തല്ലിപ്പൊളി കഥകളും തമാശ കഥകളും പിന്നെ കോൺട്രാങ്ങിലെ കഥകളും ഒക്കെ ആയിട്ട് ആകെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം അല്ലേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആ UAE വന്നിട്ട് ഇത്ര ഇന്റർവ്യൂവിൽ ഇരുന്നെങ്കിലും മനസ്സുകൊണ്ട്, ഞാൻ ഒരുപാട് ചിരിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട്, അത്യാവശ്യം ചിരിച്ചല്ലേ, മനസ്സുകൊണ്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം നമ്മുടെ കോളേജ്, നമ്മുടെ സന്തോഷം, നമ്മുടെ ഒരു അലുമിനി, നമ്മുടെ ഒരു വികാരം, അത് ഫാറ്റിമേഴ്സിന് ഒരു വികാരമുണ്ട്. മറ്റുള്ളവർക്കൊന്നും തോന്നരുത്. കാരണം നിങ്ങളും നിങ്ങളുടെ കോളേജിൽ അങ്ങനെ ആയിരിക്കും എന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്തായാലും സ്വന്തം കുഞ്ഞിനോട് അല്ലെ സ്വന്തം അമ്മയോടുള്ള ഒരു സ്നേഹം അത് ഞങ്ങൾക്ക് ഫാറ്റിമയോടുണ്ട്. ഞങ്ങളുടെ അമ്മയല്ലേ അത്. പ്രത്യേകിച്ച് ആ മാതാവിന്റെ രൂപം, അവിടെ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചുകൊണ്ട് കടന്നു പോകുന്ന, ഇപ്പോഴും അത് ഹൃദയത്തിൽ പറഞ്ഞ ഒത്തിരി വിവിധ ജാതി മതങ്ങളിലുള്ളവരുണ്ട്. ഒരാളുടെ ഉള്ളിലും അന്ന് വർഗീയതയില്ല, ജാതിയില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇറങ്ങിയതാ ഇപ്പൊ ഒരുമിച്ചിരിക്കുന്ന ഞങ്ങളും പല രാഷ്ട്രീയത്തിൽ ഇരുന്നവരാണ്. അപ്പൊ അതൊരു സുഖം, ആ ഒരു സുഖമാണ് ഇവിടെ പങ്കുവെക്കപ്പെട്ടത്. UAE ഫാറ്റിമ അലുമിനിയുടെ എല്ലാ ഭാരവാഹികൾക്കും അക്കാഫ് എന്ന് പറയുന്ന സംഘടനയോടും അവർക്കുമുള്ള ഒരു നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ട്രഷറർ ഇവിടെ ഉണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം സന്തോഷത്തോടെ. പ്രത്യേക നന്ദി.